ശരി അടയാളപ്പെടുത്തുക. 1. മഖ്ദൂം ഒന്നാമന്റെ ഖബർ പൊന്നാനി. 2. ഐക്യവർഷം ആമുൽ ജമാഅ. 3. നബിയോട് രൂപസാദൃശ്യം ഹുസൈൻ റളിയല്ലാഹു അൻഹു. 4. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ കൂഫ. 5. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു തൈം. 6. അശറത്തുൽ മുബശ്ശറയിൽ പെട്ടവർ സഈദ് റളിയല്ലാഹു അൻഹു. യോജിപ്പിക്കുക. 1. സ്വർഗാവകാശിയായ ഒരാൾ വരുന്നു സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 2. വിഷബാധ ഏറ്റ് വഫാത്തായത് ഹസൻ റളിയല്ലാഹു അൻഹു. 3. സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം അഖീഖ്. 4. അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വഫാത്തായ ഹിജ്റ വർഷം 1385. യോജിപ്പിക്കുക. 5. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ജനിച്ചത് കൊച്ചി. 6. ഉസൂലുദ് ദബ്ഹ് എന്ന കിതാബ് രചിച്ചത് ഉമർ ഖാദി. 7. ഷംസുൽ ഉലമായുടെ ഉസ്താദ് അബ്ദുൽ ഖാദിർ ഫൽഫരി. തോളിലിരിക്കുന്ന കുട്ടിയെ സ്നേഹത്തോടെ തലോടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹ്. 2. അല്ലാഹുവേ, എനിക്ക് നീ നിഷേധിച്ച ഖൈർ എൻ്റെ മകൻ സഈദിന് നീ നിഷേധിക്കരുത്. 3. മാലിക് ബിനു ഹബീബും കുടുംബവും കൊല്ലത്തേക്ക് പോവുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. 4. കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവും ആയിരുന്നു മമ്പുറം തങ്ങൾ. ഹിജ്റ വർഷം എഴുതുക. 1. അസ്മ റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചത് ഹിജ്റ 3-ാം വർഷം. 2. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് ഹിജ്റ 32. 3. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ വഫാത്തായത് 928 ഹിജ്റ. 4. ശിഹാബുദ്ദീൻ ശാലിയാത്തി ജനിച്ചത് 1302. 5. മമ്പുറം തങ്ങൾ ജനിച്ചത് 1166. 6. ജമൽ യുദ്ധം നടന്നത് ഹിജ്റ 36. അന്ത്യവിശ്രമം എവിടെ, മഖ്ബറകൾ എവിടെ എന്ന്. 1. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റത്തു ശരീഫ. 2. ത്വൽഹ റളിയല്ലാഹു അൻഹു ബസറ. 3. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉർദുൻ ജോർദാൻ. 4. അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളം. 5. ഹസൻ റളിയല്ലാഹു അൻഹു ജന്നത്തുൽ ബഖിയ. വ്യക്തമാക്കുക. 1. ഔറംഗസീബ് ആലംഗീരുടെ വ്യക്തിഗുണങ്ങൾ. സമയമായാൽ ഉടനെ നിസ്കരിക്കുക, വുളു മുറിയാതെ സൂക്ഷിക്കുക, തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക, റമളാനിൽ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക. 2. മഖ്ദൂം രണ്ടാമന്റെ രചനകൾ ഫത്ഹുൽ മുഈൻ, ഇർഷാദുൽ ഇബാദ്, തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഇഹ്കാമു അഹ്കാമിൻ നിക്കാഹ്, മുഖ്തസറു ശർഹിസ് സുദൂർ, ഉജൂബത്തുൽ അജീബ. വ്യക്തമാക്കുക. 3. ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹ്യ ഗുണങ്ങൾ. മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിതശൈലി, എല്ലാ തരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ്.